കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, അക്രമത്തിലും കൊലപാതകത്തിലും ആത്മഹത്യയിലും ഒക്കെ കലാശിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കാട്ടൂർ കാറളം ചെമ്മണ്ടയിലാണ് സംഭവം. ചെമ്മണ്ട സ്വദേശി സാബു, ഭാര്യ ദീപ്തി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇത്തരം സംഭവങ്ങളൊക്കെ പതിവായി ഇപ്പോൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള അക്രമങ്ങളും കൊലപാതകവും ഒക്കെ. ഈ സാബു ഭാര്യ ദീപ്തിയെ ആക്രമിക്കുന്നത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇരുവരുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇരിങ്ങാലക്കുട കാട്ടൂർ ചെമ്മണ്ട സ്വദേശി സാബു ആണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും തുടർന്ന് ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്തത്. രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്നു രണ്ടുപേരും ആശുപത്രിയിൽ രണ്ടുപേരെയും എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ആ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒന്നുകിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, അതല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, അച്ഛൻ മകനെ അല്ലെങ്കിൽ മകൻ അമ്മയെ. ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള ആക്രമണ സ്വഭാവമാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ വാർത്തകളിൽ കണ്ടുവരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേട്ടോ, ആജ്ഞ, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ എന്താണ് ഇവരുടെ വീട്ടിൽ സംഭവിച്ചെന്ന കാര്യം ഒരുപക്ഷെ പോലീസ് മറ്റുള്ളവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഈ സംഭവം നടക്കുമ്പോൾ ഈ സാബുവും ഭാര്യ ദീപ്തിയും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? ഇവരുമായി കുടുംബ വഴക്കിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും നാട്ടുകാർ ചേർന്നാണ് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത്. നിരന്തരമായി ഇവരുടെ സാബുവും ദീപ്തിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കൊലപാതക ശ്രമത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കുടുംബ വഴക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കുറച്ചു കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരം, പ്രത്യേകിച്ചും സംയമനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത്, ചില കുടുംബങ്ങളിലെങ്കിലും ഉള്ളത്. കേരളത്തിലെ മൊത്തം കുടുംബങ്ങളെ അത്തരത്തിലേക്ക് നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ കുടുംബങ്ങളിലേക്ക് ഇത്തരം വഴക്കുകൾ ഒന്നുകിൽ ലഹരിക്കടിമയായി അല്ലെങ്കിൽ മദ്യപിച്ച് ലക്കുകെട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന, നമ്മുടെ മുന്നിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ തന്നെ നിരവധിയാണ്. ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും ഡിഗ്രിക്ക് പഠിക്കുന്ന മകനെയും മകളെയും മുറിയിൽ പൂട്ടിയിട്ട് അച്ഛൻ അമ്മയെ തലയിൽ ചുറ്റിക്കേക്ക് അടിച്ചു കൊന്ന സംഭവം അധിക കാലമായില്ല നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ട്. അപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം മാനസികമായ സന്തുലനാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഉള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഇങ്ങനെ അടിക്കടി കുടുംബങ്ങളിലെ, പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത ആളുകൾ തമ്മിൽ. നമുക്ക് മറ്റു കൊലപാതകങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കേട്ട് പരിചിതമാണെങ്കിൽ പോലും ഓരോ കൊലപാതകം നടക്കുമ്പോഴും നമുക്കത് സ്വീകാര്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ ആ വാർത്ത കേൾക്കുന്നത് തന്നെ. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരാളുമായി വഴക്കുണ്ടായി, അതല്ലെങ്കിൽ അവനോട് ആ സമയത്തുണ്ടാകുന്ന വൈരാഗ്യത്തിന്റെ പേരിൽ ലഹരിക്കടിമയായ ഒരാളോ അല്ലെങ്കിൽ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട ഒരാളോ ആണെങ്കിൽ അയാളെ കൊലപ്പെടുത്തുന്നത് പോലെ അല്ല, കൂടെ ജീവിച്ചു വരുന്ന അല്ലെങ്കിൽ സ്വന്തം മക്കളുടെയും ഒപ്പം സമാധാനത്തെ ജീവിച്ചു പോകേണ്ടുന്ന ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ സ്വന്തം പങ്കാളിയെ ഇല്ലായ്മ ചെയ്യുന്ന, പെട്ടെന്നുണ്ടാകുന്ന രോഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിന്റെ കുടുംബ അന്തരീക്ഷം മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഓരോ സംഭവങ്ങളിലും, ഇങ്ങനത്തെ ഓരോ കൊലപാതകങ്ങളിലും നമ്മൾ അങ്ങേയറ്റം
അക്ഷമരായിട്ടാണ്, അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഈ വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കുന്നത്. അങ്ങേയറ്റം നമ്മളെ ഇത്തരം വാർത്തകൾ ഞെട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വേദനയും വിഷമവും ഞെട്ടലും ഒക്കെ ഉണ്ടാകാറുണ്ട്. കാരണം കുട്ടികളുടെ മക്കളുടെ മുന്നിലിട്ട് അമ്മയെ കൊലപ്പെടുത്തുന്നു, പിന്നീട് അച്ഛൻ ജീവനെടുക്കുന്ന സംഭവങ്ങൾ. പലപ്പോഴും ഇവിടെയൊക്കെ അനാഥരാകുന്നത് കുഞ്ഞു മക്കളായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളുണ്ടായി. കൂട്ട മരണങ്ങളും കൂട്ട കൊലപാതകവും ഒക്കെ പലപ്പോഴും അതിൻ്റെയൊക്കെ കാരണങ്ങൾ പരിശോധിച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സംശയരോഗം, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തരം കൂട്ട മരണങ്ങൾക്കും കുടുംബങ്ങളിലെ ദുരന്തങ്ങൾക്കുമൊക്കെ കാരണമാകുന്നുണ്ട്.